നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നഴ്സിംഗ് മേഖലയിലെ തൊഴിലവസരമാണ്. അതും പുരുഷന്മാർക്ക് മാത്രം അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രമുള്ള തൊഴിലവസരം. മെയിൽ നഴ്സുമാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വിദേശത്തേക്ക് ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിദേശത്ത് ഉള്ള ഒരു അവസരം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഉയർന്നു വന്നിട്ടുള്ള നഴ്സിംഗ് മേഖലയിലെ അവസരം, അതും ആൺകുട്ടികൾക്ക്, പുരുഷ നഴ്സുമാർക്ക് മാത്രമുള്ളത്. അപ്പോൾ ഈ അവസരത്തിൻ്റെ ഒരു പ്രത്യേകത, പല അവസരങ്ങളും വിദേശത്ത് വരുമ്പോൾ എല്ലാവരുടെയും ആദ്യത്തെ ഡൗട്ട്, ഇതിലൊരുപാട് തട്ടിപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ, പ്രത്യേകിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കേൾക്കുന്നത് കൊണ്ട് ഇതൊരു തൊഴിൽ തട്ടിപ്പൊക്കെ ആണോ, എങ്ങനെ ഉറപ്പാക്കും, ഇങ്ങനെയൊക്കെ നമുക്ക് സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു അവസരത്തിൽ സ്പെസിഫിക് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സർക്കാരിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനം, ODEPEC എന്ന് പറയുന്ന സ്ഥാപനം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ ഒരു വിഭാഗമാണ്. വിദേശ ജോലി അന്വേഷിക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, സർക്കാരിൻ്റെ തന്നെ ഒരു സംവിധാനമായ ODEPEC ഉള്ള അവസരം. അപ്പോൾ ഇതിന് 100% സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ക്രമക്കേടുകളുടെ പ്രശ്നമോ തട്ടിപ്പിൻ്റെ പ്രശ്നമോ വിസയ്ക്ക് പണം വാങ്ങുന്ന പ്രശ്നമോ ഒന്നുമില്ല. കാരണം സൗജന്യമായി പൂർണ്ണമായും നിങ്ങൾക്ക് വേറെ പണമൊന്നും മുടക്കാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും അതിന് ലഭിക്കും. അപ്പോൾ ഈ അവസരം എന്തൊക്കെയാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, ഏത് ഡേറ്റിനുള്ളിൽ അപേക്ഷിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിൻ്റെ വിദേശ തൊഴിലന്വേഷകർക്കുള്ള ഏജൻസിയായ ODEPEC ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇത് UAE ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള നഴ്സിംഗ് വേക്കൻസി, ഇൻഡസ്ട്രിയൽ ഫീൽഡിലുള്ള നഴ്സിംഗ് വേക്കൻസിയാണ്. അതിൽ തന്നെ പുരുഷ നഴ്സുമാരെ ആവശ്യമുള്ള ഒരു നിയമനമാണ് ഈ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ളത്. ഏതാണ്ട് 100 ഒഴിവുകൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യത്തോടെ നിങ്ങളോട് പറയും. കാരണം ഇത് നല്ലൊരു അവസരമാണ്. 100 വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് നമ്പർ. കാരണം UAE മാത്രമാണ് ഈ 100 ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഏപ്രിൽ 15-ാം തീയതിക്കുള്ളിലാണ് ഇതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആ പറഞ്ഞത് പ്രത്യേകം ഓർക്കുക. 15 ഏപ്രിലിനുള്ളിൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ മാസം അവസാനം, അതായത് ഏപ്രിൽ 2025 അവസാനം തിരുവനന്തപുരത്ത് വെച്ച് ആയിരിക്കും ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അത് നടക്കുന്നത് തിരുവനന്തപുരത്തായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ മറ്റേതെങ്കിലും ഭാഗങ്ങളിലുള്ളവരാണെങ്കിൽ ഈ മാസം അവസാനം തിരുവനന്തപുരത്ത് വന്ന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടി വെക്കുക. അപ്പോൾ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ, നഴ്സിംഗിൽ ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് BSc നഴ്സിംഗ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു 2 വർഷത്തെ തൊഴിൽ പരിചയമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു മുൻഗണന ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതായാലും യോഗ്യത പറഞ്ഞാൽ BSc നഴ്സിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ICUവിൽ അല്ലെങ്കിൽ എമർജൻസി കെയറിൽ, അർജൻറ്റ് കെയർ മേഖലകളിൽ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ മേഖലകളിൽ, ഇനി നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് നഴ്സിംഗ് മേഖലകളിൽ നിങ്ങൾക്ക് പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അതൊരു മുൻഗണനയായിട്ട് കണക്കാക്കുകയും ചെയ്യും. ഏതായാലും 2 വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് ആണെങ്കിൽ ഇതിൽ ഒരു മുൻഗണന ലഭിക്കുമെന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. DOH ലൈസൻസ് ഉള്ളവർക്കാണ് എപ്പോഴും ഇതിനകത്തൊരു അഡ്വാൻറ്റേജ്. അവർക്ക് ഒരു മുൻഗണന കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ DOH ലൈസൻസുമുള്ള ഈ അർജൻറ്റ് കെയർ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ, അല്ലെങ്കിൽ നഴ്സിംഗ് ICUവിലുള്ള നഴ്സിംഗ്, ഇങ്ങനത്തെ മേഖലകളിലൊക്കെ ഒരു കഴിവുള്ള ആളാണ്, 2 വർഷം എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പ്രായം ഇവർ പറഞ്ഞിട്ടുള്ളത് 40 വയസ്സ് ക്രോസ് ചെയ്യരുതെന്നാണ്. അപ്പോൾ 40 വയസ്സിൽ താഴെയുമുള്ളവരാണ് നിങ്ങൾ എന്നുള്ളതൊന്ന് ഉറപ്പാക്കിയേക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ശമ്പളം, സാലറി സ്ട്രക്ചർ അവർ പറയുന്നത് ഏതാണ്ട് 5000 ദിർഹമാണ്. UAE ശമ്പളം ഇവർ പറയുന്നത് 5000 ദിർഹം എന്നുള്ളതാണ് പെർ മന്ത് ഓഫർ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ വിസ, അല്ലെങ്കിൽ അതുപോലെ എയർ ടിക്കറ്റ്, നിങ്ങൾക്കുള്ള താമസം, മെഡിക്കൽ ഇൻഷുറൻസ്, ഈ കാര്യം എല്ലാം സൗജന്യമായിരിക്കും. അപ്പോൾ ഇതിനൊന്നും നിങ്ങൾ പ്രത്യേകം പണം മുടക്കണ്ട. അതായത് എയർ ടിക്കറ്റിന് പണം മുടക്കണ്ട, നിങ്ങളുടെ വിസയ്ക്ക് പണം മുടക്കണ്ട, അവിടുത്തെ താമസത്തിനും അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതിനൊന്നും നിങ്ങൾ വേറെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു റെസ്യൂമേ, നിങ്ങളുടെ ഈ കഴിവുകളും എക്സ്പീരിയൻസും ഒക്കെ പ്രൂവ് ചെയ്യുന്ന ഒരു റെസ്യൂമേ തയ്യാറാക്കി അത് റെഡിയാക്കി വെക്കുക. നിങ്ങളുടെ പാസ്പോർട്ട്, കറണ്ടായിട്ടുള്ള ലൈവായിട്ടുള്ള ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളൊരു പാസ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പം ഈ റെസ്യൂമേയും
പാസ്പോർട്ടിൻ്റെ കോപ്പിയും എങ്ങോട്ട് അയക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്, ഒഡെപെക്കിൻ്റെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ ഒഡെപെക്കിൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂമെയും അതിനോടൊപ്പം പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഒരു കവറിംഗ് ലെറ്ററൊക്കെ മെയിലിൽ പറഞ്ഞുകൊണ്ട് ഈ ആപ്ലിക്കേഷന് വേണ്ടിയുള്ളതാണ് എന്നൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് റെസ്യൂമെയും നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും കൂടെ ഒന്ന് അയയ്ക്കുക. ഒഡെപെക്കിൻ്റെ വെബ്സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതും കയറി നോക്കുക. അത് കേരള സർക്കാരിൻ്റെ തന്നെയാണ്, നേരിട്ട് കേരള സർക്കാരിൻ്റെ തന്നെ, അതായത് odepec.kerala.gov.in എന്നാണ്. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ നേരിട്ട് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഈ ഒഡെപെക്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നോക്കി ഒന്ന് വെരിഫൈ ചെയ്ത ശേഷം ഇതിനൊന്ന് അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഏറ്റവും സുരക്ഷിതമായി ഒരു നഴ്സിംഗ് ജോലിയിൽ നിങ്ങൾക്ക് ഒരു വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള സേഫായ ഒരു സാഹചര്യമാണ് ഒഡെപെക് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. എൻ്റെ ഒരു വീഡിയോ ഈ ചാനലിലൂടെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകളുമായി പുതിയ ഏതെങ്കിലുമൊക്കെ മേഖലയിലെ അറിവുകളുമൊക്കെയായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ റിസർച്ച് ചെയ്ത് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.